ശ്വാസം മുട്ടുന്നാണ്. അതുകൊണ്ട് എനിക്ക് കഴിയുന്നില്ല. ആരും എൻ്റെ പുറം നിൽക്കൂലാണ്. എനിക്കിങ്ങനെ കുറ്റം മാത്രം കേട്ടിട്ട് നിൽക്കാൻ കഴിയുന്നില്ല. ഓൻ ചെയ്താലും അതിന് കുറ്റം നിൽക്കുന്ന ആ സംശയവും ഓൻ ചെയ്യുന്നതിനൊന്നുമില്ല. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്കുദ്ദീൻ പന്താവൂർ. ഉള്ളു പൊള്ളുന്ന ഈ പെൺകുട്ടിയുടെ വാക്കുകൾ കണ്ണൂരിലുള്ള ഫാത്തിമത്തു റിസ എന്നുള്ള 20കാരിയുടെ വാക്കുകളാണ്. അവളിന്ന് ജീവനോടെ ഇല്ല. അവളുടെ ജീവൻ അവസാനിപ്പിക്കുന്നതിന് മുൻപ് സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശമാണിത്. അവൾക്ക് ജീവിക്കാൻ ഒട്ടും വയ്യ. ആ വാപ്പാനെ കണ്ണീര്, ആ വാപ്പ തൻ്റെ ജീവിതം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ വാപ്പ കരയുമെന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. എന്നിട്ടും ആ പെൺകുട്ടി അങ്ങനെ ജീവനെടുക്കാൻ കാരണം ആ ഭർത്താവിൽ നിന്നേറ്റ ക്രൂരമായ പീഡന. ഇപ്പം ആ ഭർത്താവിനെ ഗൾഫിലേക്ക് രക്ഷപ്പെട്ട, ദുബൈയിലേക്ക് രക്ഷപ്പെട്ട ആ ഭർത്താവിനെ പിടികൂടാൻ വേണ്ടി പോലീസ് സർക്കുലറൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഈ ഒരു പെൺകുട്ടി പറഞ്ഞതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കൂടെ ഒന്ന് കേൾക്കുക. ശ്വാസം മുട്ടുന്നാണ്. അതുകൊണ്ട് എനിക്ക് കഴിയുന്നില്ല. ആരും എൻ്റെ പുറം നിൽക്കൂലാണ്. എനിക്കിങ്ങനെ കുറ്റം മാത്രം കേട്ടിട്ട് നിൽക്കാൻ കഴിയുന്നില്ല. ഓൻ ചെയ്താലും അതിന് കുറ്റം നിൽക്കുന്ന ആ സംശയവും ഓൻ ചെയ്യുന്നതിനൊന്നുമില്ല. അതൊക്കെ തീരെ ഇഷ്ടമില്ല ചെയ്യാൻ. നമുക്ക് ഇനിയും നിൽക്കണം. ഞാൻ മരിച്ചു എൻ്റെ ഉപ്പ കരയൂല കുറെ. ഓനിക്ക് സന്തോഷമായിരിക്കും, പക്ഷെ എൻ്റെ ഉപ്പയും കരയൂല. എന്തല്ലേ, ഞാനിക്ക് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഞാൻ ചിന്തിക്കണത്, ഈ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ വയ്യെങ്കിൽ എന്തിനാണ് ഈ തീരുമാനം എങ്ങനെ എടുക്കണത്? നമ്മൾ സ്വന്തം വാപ്പ സങ്കടപ്പെടാൻ കാണാൻ വയ്യാത്ത, സങ്കടങ്ങളും ഉമ്മാടും വീട്ടുകാരോടൊന്നും പറയാത്ത ഈ പെൺകുട്ടി എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇതെന്തിനാണ് ഈ തലയെ കയറ്റി വെക്കണത്? ഞാൻ അതാ ചിന്തിക്കണത്. നിങ്ങൾ ജീവൻ ഒടുക്കി കഴിഞ്ഞാൽ ഭർത്താവിനെ എന്താ പിടിച്ച് പോലീസ് കൊല്ലോ? അതോ നമ്മുടെ കോടതി വധശിക്ഷ വിധിക്കും? ഒരു ചുക്കും സംഭവിക്കില്ല. പ്രിയപ്പെട്ട പെൺകുട്ടികൾ, നിങ്ങൾ ഭർത്താവ് സങ്കടപ്പെടാൻ വേണ്ടി നിങ്ങൾ തീരുമാനം എടുത്താൽ നിങ്ങളുടെ ആക്കിപത്ത് പോയി, നിങ്ങളുടെ ലൈഫ് പോയി എന്നല്ലാതെ ഒരു ചുക്കും സംഭവിക്കില്ല. ഇനിയിപ്പോൾ ആ ഭർത്താവിനെ ഒരു പോലീസ് സർക്കുലർ ഇറക്കിയിട്ട് ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്ന് കുറച്ച് ദിവസം ജയിലിൽ ഇട്ടു എന്നല്ലാതെ മറ്റെന്താ സംഭവിക്കുക? നിങ്ങളുടെ കൂടെ കല്യാണം കഴിച്ച് ജീവിക്കുന്ന ഒരാൾ, നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ മേ ബി അങ്ങനെ സംഭവിക്കുകയാണ്. അയാൾ ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണ്, അയാൾ നമ്മൾ വിചാരിച്ച ഒരാളല്ല. നമ്മൾ വിചാരിക്കുമ്പോൾ നല്ല മനുഷ്യനായിരുന്നു എന്നൊക്കെ കരുതി. ഇത് കല്യാണം കഴിച്ചപ്പോൾ അങ്ങനെയല്ല. ഒന്നാമത് നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾക്ക് എന്താണ് ഒരു ജോലി ചെയ്ത് ജീവിച്ചൂടെ? നിങ്ങൾ 10-20 വയസ്സാകുമ്പോൾ ഇതിന് കല്യാണത്തിന്റെ പിന്നാലെ പോണത്? ആൺകുട്ടികളാണ് 20 വയസ്സാകുമ്പോൾ കല്യാണത്തിന്റെ പിന്നാലെ പോകണുണ്ടോ? അവരൊരു ജോലി, നിങ്ങളും ജോലി വാങ്ങി ജീവിക്ക്. നിങ്ങൾക്ക് കിട്ടുന്നത് ഐഫോൺ, ഭർത്താവിൻ്റെ നിന്ന് കിട്ടുന്ന ഐഫോൺ ആക്കണം. എന്തിനാ? നിങ്ങൾ സ്വന്തം അധ്വാനിച്ച് ജീവിച്ചുണ്ടാക്കി. ഇത് നമ്മുടെ കാഴ്ചപ്പാട് മാറണം, അപ്പോഴേ ഈ സ്വഭാവം മാറുള്ളൂ. ഈ പെൺകുട്ടികളടക്കം ഈ തീരുമാനം എടുക്കാൻ കാരണം എന്താണെന്നറിയോ? നമ്മൾ 10-18 വയസ്സാകുമ്പോഴേക്ക് ഈ മക്കളെ കെട്ടിച്ച് വിടാനുള്ളവരാണ് എന്നൊരു ധാരണയാണ് മക്കളുടെ ഉള്ളിലും. അതന്നെ ഉള്ളത്. ഇക്കെന്തേലും കിട്ടണമെങ്കിൽ, എനിക്ക് ഗൾഫിൽ പോകണമെങ്കിൽ, എനിക്ക് ഐഫോൺ കിട്ടണമെങ്കിൽ ഇതൊക്കെ കെട്ടിയോ കൊണ്ടുവരണം, എന്നിട്ട് ഓൻ്റെ കൂടെ സുഖമായിട്ട് ജീവിക്കണം. അതെല്ലാം നിങ്ങൾ അധ്വാനിച്ച് നിങ്ങൾ ജോലി ചെയ്ത് പഠിച്ച് ജോലി ജീവിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ 10-23 വയസ്സാകുമ്പോൾ കല്യാണം കഴിച്ചാൽ പോരെ? ഇത് മെച്ചൂടല്ലാത്ത ആളുകളെ പിടിച്ച് കെട്ടിച്ചു വിട്ട രക്ഷിതാക്കളെ പറയണ്ടേ? എന്തായാലും ഈ ഒരു കുട്ടിയുടെ രക്ഷിതാക്കൾ പറയുന്ന കാര്യങ്ങൾ കൂടി ഒന്ന് കേൾക്ക്. അവളൊന്നും വിഷമങ്ങളൊന്നും എന്നോട് പറയലൊന്നുമില്ല. ഒന്നും ഇതുവരെ 6 മാസത്തിനടുക്കൊന്നും പറയില്ല. നമ്മളിത് അന്ന് രാവിലെ വൈകുന്നേരം വരെ എൻ്റെ ഒരുമിച്ച് താഴെ ബെഡ്റൂമിൽ ഉണ്ടായതാണ്. വൈകുന്നേരം പറഞ്ഞാൽ എനിക്ക് കുളിക്കണം, നൈറ്റ് ഇട്ട് മേലേക്ക് പോകുന്നു, ഫോണും കൈയും പിടിച്ചിട്ട് പോയ മോളാണ്. പിന്നെ ഇറങ്ങുന്നത് ഏട്ടൻ്റെ ഭാര്യയും ഉമ്മയും വന്നിനെയും. അങ്ങനെ താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ചായലും കുടിച്ചിട്ട് വീട്ടിലേക്ക് ആദ്യം പോയി. അവർ പോയിക്കതിന് ശേഷം ഞാൻ കുളിച്ചിട്ട് വരാമെന്നും പറഞ്ഞിട്ട് പിന്നെ ആ മോള് വന്നില്ല. പിന്നെ ആങ്ങളെയും ഭാര്യയും വന്ന ശേഷം ഓളെടുത്തു എന്ന് പറഞ്ഞാൽ അമ്മ പറഞ്ഞു ഓൾ കുളിക്കുന്നെന്ന് പറഞ്ഞു. എന്നിട്ട് ഇത്ര സമയം എന്ന് വെച്ചാൽ ഇവൾ മേലേക്ക് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോയതാണ്. പിന്നെ ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം എനിക്ക് മനസ്സിലാവണത്, ഒന്നാമത് ഈ നേരത്തെയുള്ള വിവാഹമാണ് യഥാർത്ഥ പ്രശ്നം. ഈ പെൺകുട്ടിനെ ആരും പിടിച്ച് തോക്ക് ചൂണ്ടിയിട്ട് ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല കേട്ടോ. എനിക്ക് ജീവനൊടുക്കുന്ന കാര്യത്തിൽ ജീവനൊടുക്കിയ ആളുകളോട് അങ്ങനെ പ്രത്യേക സിമ്പതി ഒന്നും തോന്നാനില്ല. അവർ നിർഭാഗ്യകരമായിട്ട് ചെയ്തു, അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ. പക്ഷെ അതിനെ ന്യായീകരിച്ച് അതിനെ വലിയ വിശുദ്ധവൽക്കരിച്ചിട്ട് ഇനിയും ഇത്തരം പെൺകുട്ടികൾ ജയിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരുപാട് വ്ളോഗർമാരുണ്ട്. എന്തിനാണ് അങ്ങനത്തെ തെമ്മാടിത്തരത്തിന് കൂട്ടിക്കണത്? ഒരു പെൺകുട്ടിയുടെ ലൈഫിൽ അവർക്ക് ജീവിതത്തിൽ പറ്റൂല എന്നുണ്ടെങ്കിൽ ഇറങ്ങി വരണോ? ഇറങ്ങി വന്നിട്ട് സ്വന്തമൊക്കെ ജീവിക്കണം. ഇത് ഇവരുടെ മൈൻഡ് തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കണം. എന്താണെന്നറിയോ? ഞാൻ വലുതായാൽ ഇന്നൊരാൾ നോക്കണം, ഇന്നൊരാൾ നോക്കിയിട്ട് ഓൻ ഇന്നെങ്ങനെ ഗൾഫിലേക്ക് കൊണ്ടുപോകണം, എനിക്ക് ഐഫോൺ തരണം, എൻ്റെ എല്ലാ കാര്യവും ഓനാണ് നോക്കേണ്ടത്. എന്നിട്ട് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിലാണ് മൈൻഡ് സെറ്റ് വെച്ചിട്ടുള്ളത്. ഈ മൈൻഡ് സെറ്റ് വെച്ച് വളർന്ന കുട്ടി തനിക്ക് കിട്ടുന്ന ഒരാൾ താൻ പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു സാധനം പോലെ അല്ലെങ്കിൽ മാറ്റി വേറെ വാങ്ങണമെന്നൊരവസ്ഥയിലേക്ക് വരണ്ടേ?
ഞാൻ കെട്ടിയ പെണ്ണ് ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു തരത്തിലും അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇരുന്ന് ഏതെങ്കിലും ആൺകുട്ടികൾ ഇരുന്ന് കരയോ? അടുത്ത സ്റ്റെപ്പ് നോക്കണോ? ഇതിനാണ് പെൺകുട്ടികളെ രക്ഷിതാക്കൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. നിങ്ങൾ ഈ പെൺകുട്ടികളെ വളർത്തിയിട്ട് ഏതോ വളർത്തുമ്പോൾ തന്നെ എന്താ പറയാ, മോളെ അന്യ വീട്ടിൽ പോവാനുള്ളതാട്ടാ, മറ്റൊരാളെ വീട്ടിൽ പോവാനുള്ളതാട്ടാ, അതുണ്ടാക്കിക്കോ, ഇത് മറ്റൊരാളെ വീട്ടിൽ മറ്റൊരാളെ കീഴിൽ ജീവിക്കാനുള്ളവരാണ്. പല ആൾക്കാരും പെൺകുട്ടികളെ കല്യാണം കഴിപ്പിന്. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞൊരു കേസാ, നല്ലൊരു പെൺകാര്യം വന്നു, അങ്ങനെ നിക്കാഹ് കഴിപ്പിച്ചു, വിവാഹം 1 വർഷം കഴിഞ്ഞിട്ട് മതി ഊട്ടിക്കൊണ്ടുപോയി. അപ്പൊ ഈ നിക്കാഹ് കഴിഞ്ഞ ശേഷമാണ് ഇവൾക്ക് മനസ്സിലായത് ഈ ചെക്കൻ്റെ സ്വഭാവം വളരെ മോശമാണ്, തീരെ സാമ്പത്തികമായിട്ടുള്ള അച്ചടക്കമില്ല. ഇത് ഇവള് നേരെ അമ്മായിമ്മോട് പോയി പറഞ്ഞു. അമ്മായിമ്മോട് പറഞ്ഞു, ഞങ്ങൾക്കും അറിയാതെ ഈ ഒരു കല്യാണം കഴിച്ചതിന് ശേഷം നേരാവുന്ന കരുതിയത്, മോളൊന്ന് ശ്രമിച്ചാലേ നേരാവുള്ളൂ. അപ്പൊ ഈ ഭർത്താവിനെ നേരാക്കാനുള്ള ചുമതല ആരാണ് ഈ ഭാര്യക്ക് വിട്ടുകൊടുത്തത്? സ്വയം നേരായിട്ട് കല്യാണം കഴിച്ചാൽ പോരെ? ആ മോയന്ത് പാവം പെണ്ണ് എന്ത് ചെയ്തു? ഇത് ഏറ്റെടുത്തു. ഇത് എത്രത്തോളം വിജയിക്കും? അങ്ങനെ വിവാഹം എന്നുള്ളത് ഇത് ഒന്നിച്ചു കൊണ്ടിട്ട് ഇവൾക്ക് കരുതി, നമുക്ക് മനസ്സിലായി ഇത് ജീവിക്കാൻ പറ്റൂല എന്ന് അറിഞ്ഞിട്ടും ഒരു കുട്ടി ഉണ്ടായപ്പോൾ ഇവള് പിന്നെ കുട്ടിക്ക് വേണ്ടിയിട്ടായിക്കോട്ടെ ജീവിതം കരുതിയിട്ട് ഇന്ന് 2 കുട്ടികളുമായിട്ട് ഡിവേഴ്സിനായിട്ട് കോടതിയിൽ കയറി ഇറങ്ങുകയാണ്. ഇവിടെ നമുക്ക് പറ്റൂല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ഈ കുട്ടികൾ ഉണ്ടാക്കണവരെ കാത്തിരിക്കുന്നത്? അപ്പോൾ ഇത് നമ്മുടെ പ്രശ്നമാണ്. നമ്മുടെ ലൈഫിൽ നമുക്ക് കിട്ടുന്ന ഒരാൾ ലഹരി ബാധിച്ച ഒരാളാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ പിന്നാലെ പോകണം. നമ്മൾ കുറെ കരഞ്ഞു കുറെ സീൻ ഉണ്ടാക്കിയതിന് ഒരു കാര്യമില്ല. ഈ പെൺകുട്ടി കരയുന്നുണ്ട്, ഇനി എന്താ പ്രയോജനം ഉള്ളത്? ആ പെൺകുട്ടി ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ് ഇതുപോലത്തെ ഒരു തെമ്മാടിനെ, ഇതുപോലത്തെ പുറമേക്കൊക്കെ. അയാളാണെങ്കിലിട്ടോ അയാളുടെ ഭാഗം നമുക്ക് അറിയില്ല, അയാൾക്ക് എന്താ പറയാനുള്ളത് നമുക്ക് അറിയാത്തിടത്തോളം കാലം ഞാൻ പൂർണ്ണമായിട്ട് ആരും കുറ്റപ്പെടുത്താനോ ആരും വിശുദ്ധവൽക്കരിക്കാനൊന്നുമില്ല. എന്തായാലും ആ പെൺകുട്ടിക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഭാഗത്ത് വലിയ ബിഗ് മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടാവും. അല്ലാതെ ഇപ്പോൾ ആ പെൺകുട്ടിക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചെയ്യാനുള്ളത്, നിങ്ങൾ വാപ്പാനും ഉമ്മാനും വലിയ നല്ല മക്കളാണെങ്കിൽ നിങ്ങൾ അവരോടല്ല പറയേണ്ടത്. നിങ്ങൾ ഈ സുഹൃത്തുക്കളോട് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ ആ വാപ്പാടിയും ഉമ്മാടിയും മുൻപിൽ പറയാൻ ഇവർക്ക് പറ്റാത്തതെന്നറിയോ? വാപ്പി ഇമ്മി സ്വന്തം സങ്കടങ്ങൾ ആദ്യം മക്കളോട് പറയില്ല. നമ്മുടെ ദാരിദ്ര്യം നമ്മുടെ ഇല്ലായ്മ നമ്മളെ മക്കളോട് പറയണം. മോളെ ഇന്ന പ്രയാസങ്ങളുണ്ട്, ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇത് മക്കളെ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ മക്കൾ ഇങ്ങോട്ടും ഇത് പറയുള്ളൂ. മക്കളെ പൊന്നാരിച്ചിട്ട് നമ്മുടെ സമ്പന്നതയിൽ മാത്രം വളർത്തിക്കൊണ്ടുവന്നിട്ട് നേരത്തെ കല്യാണം കഴിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന ദുരന്താണ് ഈ കാണുന്നത്. എന്നിട്ട് എന്ത് നേടി? നമുക്ക് ആ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നാളെ ഇതുപോലത്തെ ഒരു പെൺകുട്ടി, ഒരു ഫാത്തിമത്ത് റസ ഇല്ലാതിരിക്കാൻ. എൻ്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളെ, നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മക്കൾക്ക് വേണ്ടി ജീവിക്കേണ്ട, മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിക്കേണ്ട, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കേ. നിങ്ങൾ സ്നേഹിക്കേ, നിങ്ങൾ ഗാഢമായി സ്നേഹിക്കുക. അവനവനെ ഈ സെൽഫ് ലവ് ഉണ്ടാകുമ്പോഴേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുള്ളൂ. ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ ആര് കണ്ണീര് കുടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്താലും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആരും കണ്ണീരൊന്നും കുടിക്കാൻ പോണില്ല. കുറച്ച് ദിവസം വേണമെങ്കിൽ ഒന്ന് റിമാൻഡിൽ കഴിയും, അത്രേ സംഭവിക്കുള്ളൂ. ഈ പാവം പെൺകുട്ടിക്ക് ഇത് ചെയ്യാനുള്ള തൻ്റെ ഇടമുണ്ട്. നിങ്ങൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണ്ടേ. അത് ഞാൻ പറയുന്ന ഒരു മെത്തേഡ് ഇത്രയേ ഉള്ളൂ. ഒരു കാരണവശാലും 18-ലും 20-ലൊന്നും കല്യാണം കഴിപ്പിച്ചു കൊടുക്കരുത്. പെൺകുട്ടിനെ കഴിഞ്ഞ ജനുവരി 8-നെങ്ങാനാണ് കല്യാണം കഴിച്ചത്. ഇവളെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും നാട്ടുകാരിപ്പം എന്താ വിചാരിക്കുക, നാട്ടുകാരെന്താ പറയുക, ഇതിങ്ങനെയുള്ള ചിന്തകളൊക്കെയാണ്. ആദ്യം നിങ്ങൾ നാട്ടുകാർക്ക് വേണ്ടി ജീവിക്കാതിരിക്കുക, അവനവന് വേണ്ടി ജീവിക്കുക. ഇങ്ങനെ നമ്മുടെ കുറേ ഉടച്ചു വാർക്കാനുണ്ട്, നമ്മുടെ തീരുമാനങ്ങൾ ഉടച്ചു വാർക്കാനുണ്ട്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഉടച്ചു വാർക്കാനുണ്ട്. അപ്പോഴേ നമ്മുടെ ലൈഫ് നന്നാവുള്ളൂ. ഒന്നാമത് പെൺകുട്ടികളെ വളർത്തുമ്പോൾ നിങ്ങൾ വേറെ വീട്ടിലേക്ക് പറഞ്ഞേക്കാനുള്ളതാണ് ചെല്ല വളർത്തേണ്ടത്. മറിച്ച് സ്വന്തം കാലിൽ നിന്നിട്ട് ഒരു ജോലി വാങ്ങിയിട്ട് അവനവൻ്റെ ലൈഫ് കെട്ടിപ്പടുക്കണം. ആൺകുട്ടികളെ പോലെ വളർത്തി നിങ്ങളവരെ. അപ്പം മറ്റുള്ളവരെ പിന്നിൽ അവരെ ആശ്രിതരായിട്ട് ജീവിക്കാനല്ല, സ്വന്തം നിലക്ക് ജീവിക്കാൻ നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ ഈ പെൺകുട്ടി ആലേക്ക് ഇക്ക് നല്ലൊരു ജോലി ഉണ്ട്, കാശുണ്ട്, ഈ പോയി പണിയോ കെട്ടവൻ എന്ന് കരുതുന്നിടത്തേക്ക് ഒരു പെൺകുട്ടിനെ എത്തുമ്പോൾ നിങ്ങൾ കല്യാണം കഴിപ്പിച്ചാൽ മതി. ആർക്കാണ് ധൃതി? നിങ്ങളെ കല്യാണത്തിൻ്റെ ബിരിയാണി കണ്ടിട്ട് നിൽക്കല്ലേ നാട്ടുകാർ? നിങ്ങളുടെ ഓരോ തെറ്റായ തീരുമാനങ്ങളിൽ അതിൻ്റെ വിഷമം അനുഭവിക്കുന്നത് ആ മക്കൾക്ക് താങ്ങാൻ കഴിയില്ല. നിങ്ങൾ താങ്ങിയതുപോലെ അവർക്ക് താങ്ങാൻ പറ്റില്ല. ഞാൻ ഇത്രയും ഇമോഷണലായിട്ട് ഞാൻ പറയുന്നത് ഒരു പെൺകുട്ടിയുടെ വാപ്പ നിലക്കാണ്. ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കും. അതൊറ്റ മാർഗ്ഗമുള്ള ഈ മുസ്ലിം സമൂഹത്തിലാണ് ഈ നേരത്തെയുള്ള വിവാഹങ്ങൾ. മറ്റിടത്തൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് അറിയാം? നിങ്ങളൊന്ന് കണക്കെടുത്ത് നോക്കി നോക്കാം. ഈ നേരത്തെ വിവാഹം കഴിച്ച ആളുകൾക്കിടയിലാണ് ഇത്തരം പ്രശ്നങ്ങൾ, വിവാഹാനന്തരം ഭർത്താവിൻ്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ജീവനൊടുക്കുക. എന്തായാലും നമ്മുടെ മക്കളുടെ വിവാഹം 23 വയസ്സിൽ മതി എന്നുള്ളത് നിങ്ങൾ എത്രത്തോളം ഉൾക്കൊള്ളുന്നൊക്കെ അറിയാം. കുറച്ച് പേര് അപ്പം തോന്നും 19 വയസ്സിലാണ് നിക്കാഹ് കഴിപ്പിച്ചിട്ട്, 19 വയസ്സിൽ നിക്കാഹ് കഴിപ്പിച്ചിട്ട് പിന്നെ ഓരം കണ്ട് പഠിച്ചോട്ടെ, പിന്നെ 24 വയസ്സിൽ കല്യാണം കഴിപ്പിച്ചാൽ മതി, അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഹറാമൊന്നും ചെയ്യാൻ തോന്നൂലാണ്. അതൊക്കെ ബുക്കിൽ പറയാമെന്നല്ല, അത് നടപ്പിന കേസല്ല. കുട്ടികൾ നല്ല സ്വതന്ത്രമായിട്ട് പഠിക്കട്ടെ.
എല്ലാത്തിലും കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തുന്നവർക്ക് അതന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ വിവാഹശേഷം പെൺകുട്ടികൾ സ്വന്തം വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ അവിടെ ഭർത്താവിൻ്റെ പ്രശ്നങ്ങൾ കുറയുകയാണോ ചെയ്യുക, കൂടുകയാണോ ചെയ്യുക? പൊന്നാനിയിലെ പർട്ടിക്കുലർ ചില ഭാഗങ്ങളിലൊക്കെ പെൺകുട്ടി കല്യാണം കഴിച്ചാൽ പെൺകുട്ടിയുടെ വീട്ടിലാണ്. അതേപോലെ കണ്ണൂരും അങ്ങനെയാണ്, മാഹിയിലൊക്കെ അങ്ങനെയാണെന്നാണ് എൻ്റെ അറിവ്. അത്തരം ഏരിയകളിലൊക്കെ ഈ ഒരു ഡൊമസ്റ്റിക് വയലൻസ്, ഗാർഹിക പീഡനങ്ങൾ കുറവായിരിക്കും. അത്തരമൊരു സിസ്റ്റത്തോട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതാണ് എൻ്റെ ചോദ്യം. അതിൻ്റെ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.